Audio Jungle. Audio Jungle. ഹായ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറശ്ശിനി പോകാൻ വേണ്ടി ചെയ്യുന്നു, പറശ്ശിനി മുത്തപ്പൻ്റെ മടപ്പുരയിലേക്ക്. അപ്പോൾ അടുത്ത വിശേഷങ്ങളും പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടാ. തറവാട്ടിലേക്ക് മുത്തപ്പൻ്റെ അടുത്ത് നമ്മളെ തറവാട്ടിലും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതാ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ട് അമ്മേനെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാമെന്ന്. ഇതാ എന്നിട്ട് അമ്മ ദേവൂട്ടന് പിന്നെ അറിയാലോ, കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ഓട്ടോ വന്നു. ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടായിരുന്നു. നമ്മൾ വർഷത്തിൽ 2-3 തവണ ഈ ക്ഷേത്രത്തിലേക്ക് വരലുണ്ട്. വടക്കേ മലബാറിലെ ഇഷ്ടദൈവവും ആരാധനാമൂർത്തിയുമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ. കണ്ണൂർ ജില്ലയിലാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്നൊരു ദൈവമാണ് ശ്രീ മുത്തപ്പൻ. ജാതിമത ഭേദമന്യേ ഏവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
കൂടാതെ വിശക്കുന്നവന് ഭക്ഷണവും ഏത് സമയത്തും മുത്തപ്പൻ്റെ മടപ്പുരയിൽ ലഭ്യമാണ്. വൈഷ്ണവ സങ്കല്പമായ മുത്തപ്പൻ പരബ്രഹ്മ സ്വരൂപിയാണെന്നാണ് വിശ്വാസം. തെയ്യക്കോലം കെട്ടി ആടിയ മുത്തപ്പനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വാസം ലഭിക്കുമെന്നുള്ളതും ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത കൂടിയാണ്. മുത്തപ്പൻ 2 ദൈവിക ശക്തികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രക്കല കിരീടം ധരിച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം ധരിച്ച് മഹാവിഷ്ണുവിനെയും. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, അയ്യങ്കര ഇല്ലത്തെ വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ശിവഭക്ത കൂടിയായിരുന്നു. ശിവഭഗവാന് പല വഴിപാടുകളും സമർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനത്തിന് ശിവനെ കാണുകയും പിറ്റേ ദിവസം അടുത്തുള്ള അരുവിയിലേക്ക് കുളിച്ചു കയറവേ ഒരു പൂമത്തയിൽ കുഞ്ഞു കിടക്കുന്നതും കണ്ടു. കുട്ടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം മോനെ പോലെ വളർത്തി. ഈ കുട്ടി പിന്നീട് അമ്പും വില്ലും എടുത്ത് അടുത്തുള്ള കാട്ടിൽ പോയി വേട്ടയ്ക്ക് പോകുന്നതും പതിവായി തുടങ്ങി. അന്യജാതിക്കാരുമൊത്ത് ഈ കുട്ടി ഭക്ഷണം കഴിക്കുക, ഇത് രണ്ടും നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായിരുന്നതിനാൽ ഇത് നിർത്തുവാൻ ഇല്ലത്തെ വാഴുന്നവർ അഭ്യർത്ഥിച്ചു. പക്ഷേ കുട്ടി ഇത് ചെവിക്കൊണ്ടില്ല. വാഴുന്നവർ ഇതിൽ വളരെ നിരാശനായി ഒരു ദിവസം കുട്ടി അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി അമ്പും വില്ലും എടുത്ത് തീ കണ്ണുകളോടെ അവൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു. മാതാപിതാക്കൾ ഇതൊരു സാധാരണ കുട്ടിയല്ലെന്നും ദൈവമാണെന്നും മനസ്സിലായി. അവരവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കുട്ടി അവരെ അനുഗ്രഹിച്ചു. അതിനുശേഷം മുത്തപ്പൻ അയ്യങ്കരയിൽ നിന്നും യാത്രയായി. പക്ഷേ കുന്നത്തൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് മുത്തപ്പൻ അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു. പനമരങ്ങളിലെ കള്ള് കണ്ട് മുത്തപ്പൻ ആകൃഷ്ടനായി. ചന്ദൻ എന്ന കള്ളു ചെത്തുകാരൻ നിരന്തരമായി കള്ളു മോഷണം പോകുന്നത് കണ്ട് അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ ചന്ദൻ പനകൾക്ക് കാവൽ കിടക്കാൻ തുടങ്ങി. അങ്ങനെ കാവൽ കിടക്കെ ഒരു വൃദ്ധൻ തൻ്റെ പനയിൽ നിന്നും കള്ളു മോഷ്ടിക്കുന്നത് ചന്ദൻ കണ്ടു. ചന്ദൻ അപ്പോൾ അമ്പ് തൊടുകയും ചന്ദൻ അപ്പോൾ തന്നെ ബോധരഹിതനായി നിലത്ത് വീണ് കിടക്കുകയും ചെയ്തു. അന്വേഷിച്ചു വന്ന ചന്ദൻ്റെ ഭാര്യ ഇത് കണ്ട് പനയുടെ മുകളിലേക്ക് നോക്കി. അപ്പോൾ ഒരു വൃദ്ധൻ പനയുടെ മുകളിൽ ഇരിക്കുന്നതും ഭാര്യ മുത്തപ്പ എന്ന് വിളിച്ച് ഭർത്താവിനെ രക്ഷിക്കാൻ ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ തന്നെ ചന്ദന് ബോധം വരികയും ചെയ്തു. അവർ മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും ചുട്ടമീനും സമർപ്പിച്ചു. മുത്തപ്പൻ്റെ അനുഗ്രഹം അവർ അഭ്യർത്ഥിച്ചു. അവരുടെ ആഗ്രഹപ്രകാരം കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു. ഇതാണ് കുന്നത്തൂർ പടി. അവിടെ ഏതാനും വർഷങ്ങൾ താമസിച്ചതിന് ശേഷം മുത്തപ്പൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു. കുന്നത്തൂർ പാടിയിൽ നിന്ന് ആകാശത്തോട്ട് ഒരു അമ്പ് തൊടുത്തുവിടുകയും ഈ അമ്പ് പറശ്ശിനിക്കടവ് വന്ന് വീണു. ഇവിടെയാണ് ഇപ്പോഴത്തെ പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ പറശ്ശിനിയെല്ലാം പോയിട്ട് വന്ന് വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇപ്പം സമയം ഏകദേശം 11 മണി. നമ്മൾ 10:30 ആകുമ്പോഴേക്ക് നമ്മളിവിടെ എത്തിനി. അപ്പോൾ കുറച്ചെല്ലാം ഇത്രയും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടു. രാത്രി ആയതുകൊണ്ട് പറ്റിയിട്ട് പിന്നെ നമുക്ക് വേഗം മടങ്ങി വരികയും വേണ്ടേ. ഫോട്ടോ വാടക വിളിച്ചിട്ട് പോയതല്ലേ അങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.